അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പാട്ടുമായിട്ട് ബന്ധമില്ലാത്ത ഞാനേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരിക്കൽ എനിക്കൊരാഗ്രഹം തോന്നി, എനിക്കൊരു പാട്ട് എഴുതണം. അങ്ങനെ പാട്ടെഴുതാൻ വേണ്ടി ഞാൻ നല്ല സിയോൻ ഗീതാവിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് അകത്ത് കയറി 4-5 വരി അടിച്ചു മാറ്റിയിട്ട് ആരും അറിയാതെ 3-4 വഴി എഴുതണം, അല്ലാതെ പാട്ട് വരില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കുമെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. എൻ്റെ വീട്ടിൽ അത് കണ്ടുപിടിച്ചു. പിന്നെ ബൈബിൾ തുറന്ന് സങ്കീർത്തനമൊക്കെ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു, അന്ന് സങ്കീർത്തനത്തിൽ നിന്ന് 3-4 വഴി എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് എല്ലാം പാട്ട് എഴുതിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷം എടുത്ത് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ 2 പേര് വീട് വെക്കുന്ന എഴുതി. ഒരാൾ ഭയങ്കര വേഗത്തിൽ വീട് വെച്ചു, മണ്ണിനകത്തായിരുന്നു വീടിന്റെ വെപ്പ്. അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിന്റെ പെരകൂതാശ അകത്ത് കയറുമ്പോൾ അപ്പുറത്തൊരു പുള്ളി ഇങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ ഒക്കും ചിലരുടെ കാര്യം ഒക്കില്ലെന്ന് പറഞ്ഞതിലുണ്ട്. പുള്ളി പാറയുടെ പുറത്ത് ഇങ്ങനെ കിളച്ച്, ചിലരുടെ കാര്യം വൈകുക, ഭയങ്കര സ്പീഡ് ചിലരുടെ കാര്യം നടക്കുന്നു, പക്ഷെ ചിലരുടെ കാര്യം വൈകുന്നു. പക്ഷെ വൈകിയാലും പണി തീർന്നു, ഗ്രഹത്തിന്റെ പണി തീർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു കാറ്റടിച്ചു. കാറ്റത്ത് വേഗത്തിൽ വന്നത് ചിലതൊക്കെ നിലംപരിചായപ്പോൾ ദൈവം സ്ഥാപിച്ചതിനെ വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, എൻ വീടിന്മേൽ കാറ്റടിച്ചു. ഇത് സാധാരണ എല്ലാവരും അനുഭവം വന്ന പാട്ട് എഴുതുന്നത്. പക്ഷെ ഞാൻ പാട്ട് എഴുതിക്കാൻ അനുഭവം തുടങ്ങി. എൻ്റെ അമ്മ കിടപ്പായി, കണ്ണു കൊഴിഞ്ഞു, കിഡ്നിക്ക് 2 കംപ്ലൈന്റ്, പുറകിൽ തേയ്മാനം, തലമുടി മൊത്തം പോയി മൊട്ടച്ചയായി, 70 കിലോയിൽ നിന്ന് 40 കിലോ ആയി. എൻ്റെ അമ്മ ഒരു കട്ടിലിന്റെ മൂലയ്ക്ക് കയറി കിടക്കാൻ തുടങ്ങി. പക്ഷെ കട്ടിലേക്ക് കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കും. എന്നോട് ചോദിക്കും, നീ എന്തിനാണ് ഭാരപ്പെടുന്നത്? നമ്മളെന്തിനെ കൈയടിക്കുന്നത്? നമ്മളെന്തിനെ ആരാധിക്കുന്നത്? വല്ലവിധ നിത്യത പോകാനല്ല. അതുകൊണ്ട് നീ പിശാനെ നോക്കി പറ, എൻ്റെ അമ്മയെ തട്ടുന്നെങ്കിൽ വേഗം തട്ട്, എന്നാലും നിന്റെ ത്വക്കിന് ജീവനുണ്ടെങ്കിൽ നീ പിശാന്റെ തലയെ തകർക്കണം. അല്ല, ഞാൻ കിടപ്പായത് കൊണ്ട് നീ മിനിസ്റ്റർ നിർത്താനല്ല പറഞ്ഞത്. ഞാൻ കിടപ്പായാലും നിന്റെ ശുശ്രൂഷ നീ ചെയ്യണം. എൻ്റെ അമ്മയുടെ കട്ടിലിന്റെ ചോട്ടിൽ നിന്ന് തിരുവചനം എടുത്താണ് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നത്. അന്ന് തുടങ്ങിയ യാത്രയാണ്. 2008 അതിനുശേഷം ബാക്കി എഴുതാൻ തുടങ്ങി. നീ തകർന്നിടുവാ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുൻപിൽ വിശാലവാതിൽ. വഴികൾ നീ പോലും നീ തകരാൻ നോക്കുന്നവർ കാണും നിന്റെ മുമ്പിൽ വിശാലവാതിൽ.